ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നതാണ്. നമ്മൾ പല രീതികളും പല മെത്തേഡുകളും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എഫക്റ്റീവായി നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെയാണ്. നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡിൽ എന്താണെന്ന് നോക്കാം. മെത്തേഡ് വഴി എങ്ങനെയാണ് 729ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഇത് ഒരു 3 ഡിജിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പർ മാത്രമാണ് എടുക്കേണ്ടത്. എപ്പോഴും രണ്ട് നമ്പർ അവസാനത്തെ രണ്ടക്കം വിട്ടേക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ഡിജിറ്റ് ആണെങ്കിൽ ആദ്യത്തെ രണ്ടക്കം എടുത്ത് അവസാനത്തെ രണ്ടക്കം വിടുക. 5 ഡിജിറ്റ് ആണെങ്കിൽ ആദ്യത്തെ 3 അക്കം എടുത്ത് അവസാനത്തെ രണ്ടക്കം വിടുക. ഏത് ഡിജിറ്റ് നമ്പർ ആണെങ്കിലും അവസാനത്തെ രണ്ടക്കം വിടണം. പിന്നെ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്മൾ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. സോ നമുക്ക് 729ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. സോ 7 ഫസ്റ്റ് നമ്മൾ 7 എടുക്കുക. 7ൻ്റെ അടുത്തുള്ള സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 7ൻ്റെ അടുത്തുള്ള സ്ക്വയർ ഏതാണ്? 7ൻ്റെ അടുത്തുള്ള സ്ക്വയർ 4 ആണ്. 4 സ്ക്വയർ 4 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇതാക്കണം? 4 കിട്ടണമെങ്കിൽ നമുക്ക് 2 എന്ന് പറഞ്ഞ നമ്പർ വേണം. നമുക്ക് 2ൻ്റെ സ്ക്വയർ ആണ് 4. 7ൻ്റെ അടുത്തുള്ള സ്ക്വയർ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4 ശേഷം വരുന്ന 9 ആണ്. 9 നമുക്ക് എഴുതാൻ പറ്റില്ല, മുന്നേ വരുന്ന നമ്പർ എഴുതണം. അപ്പോൾ 4 വരുന്നത് 2 ആണ്. 2ൻ്റെ സ്ക്വയർ ആണ് 4, അതുകൊണ്ടാണ് 2 ഇട്ടത്. പിന്നെ ഇങ്ങനെ ഒരു വാല്യൂ ഇടുക. നമ്മൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുന്ന അതേ രീതി തന്നെ. അതുകൊണ്ടാണ് ഇതിനെ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ 7 4 കുറച്ചാൽ 300. ദെൻ ഈ 2 നമ്പർ താത്തി ഇടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡബിൾ എടുക്കുക. 2ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. സോ 4 ഡാഷ് ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 329 ഇങ്ങനെ എഴുതുക. ഇവിടെ എന്താണോ നമ്പർ ഉള്ളത് ആ നമ്പറിൻ്റെ ഡബിൾ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ 7 നോക്കുക, ഫസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക. ഇത് 729 3 ഡിജിറ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഡിജിറ്റ് നോക്കുന്നത്. ഫസ്റ്റത്തെ ഡിജിറ്റ് ആയ 7ൻ്റെ അടുത്തുള്ള നമ്പറാണ് 4. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തത്. 2ൻ്റെ സ്ക്വയർ ആണ് 4, അതുകൊണ്ടാണ് 2 ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ 2 എഴുതുക. പിന്നെ ഈ 2 ഇവിടെയുള്ള 2നെ നമ്മൾ എന്താക്കണം? ഡബിൾ ചെയ്തിട്ട് 4 ആക്കി എഴുതണം. പിന്നെ ഡാഷ് ആൻഡ് ഡാഷ്. ഈ ഡാഷിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതോ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഡാഷിന് പകരം 7 ആണെന്നുണ്ടെങ്കിൽ 7 ആണെങ്കിൽ ഇതിലൊരു എളുപ്പ വഴിയുണ്ട്. 4 എത്ര ആദ്യത്തെ 2 ഡിജിറ്റ് എടുക്കുക. 32ൻ്റെ അടുത്തേക്ക് 4 എത്തണമെങ്കിൽ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 8 കൊണ്ട് ഇൻറ്റു ചെയ്യുക. നമുക്ക് 8 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 48 × 8 ചെയ്ത് നോക്കാം. 48 × 8 എത്രയാണ്? 4 6 ക്യാരി 32 38 അല്ല അതുകൊണ്ട് 384 329 കാട്ടും വലുതാണ്. അതുകൊണ്ട് നമുക്ക് 8ന് പകരം ഈ ഡാഷിന് 8ന് പകരം 7 ഇട്ട് കൊടുക്കുക. 7 and 7. സോ 47 × 7 എത്രയാണ്? 7 7 9 4 ക്യാരി 4 × 7 28 ആണ്. 28 + 4 32 ആണ്. 329 കിട്ടുന്നുണ്ട്. അപ്പോൾ 7 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 7 എന്ന് കിട്ടി. 4 ഡാഷ് ആൻഡ് ഡാഷ് ചെയ്തപ്പോൾ 47 × 7 ചെയ്തപ്പോൾ നമുക്ക് 329 കിട്ടി. അപ്പോൾ ഇവിടെ 7 കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെയും 7 എഴുതി കൊടുക്കാം. സോ 329. നമുക്കിത് ടഫായി തോന്നുമായിരിക്കും, പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡായി എനിക്ക് തോന്നുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡാണ്. നമ്മൾ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് 4 ഡിജിറ്റിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടെ നോക്കി. 176 എങ്ങനെയാണ് ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ചെയ്യാൻ നോക്കാം. സോ നമുക്കറിയാം 76 അറ്റത്തുള്ള 2 ഡിജിറ്റ് മാത്രം സൈഡിൽ നോക്കുക. ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഡിജിറ്റ് 6ൻ്റെ അടുത്തുള്ള നമ്പർ ഏതാണ്? സ്ക്വയർ നമ്പർ ഏതാണ്? അതുകൊണ്ട് നമുക്ക് 1 മുതൽ 9 വരെയുള്ള നമ്പർ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചിരിക്കണം ഇത് ചെയ്യണമെങ്കിൽ, അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പം 6-നടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ 4 ആണ്. 4 ഇവിടെ എഴുതുക. എന്നിട്ട് 4 ഏതിലാണ് വരുന്നത്? 2ലാണ് വരുന്നത്. അപ്പം ഇവിടെയും 2 ഇട്ട് കൊടുക്കുക, ഇവിടെയും 2 ഇട്ട് കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഏതാണോ നമ്പർ ഉള്ളത് അതിനെ ഡബിൾ ചെയ്യും. ഇവിടെ 2 ആണ് നമുക്ക് ഇത്ര നേരം കിട്ടിയത്, അതുകൊണ്ടാണ് 2നെ ഡബിൾ ചെയ്യുന്നത്. ഇവിടെ ഏതാണോ നമ്പർ, ഇപ്പോൾ 6 ആണെങ്കിൽ 6നെ ഡബിൾ ചെയ്ത് 12 എഴുതി കൊടുക്കുക. 4 ആണെങ്കിൽ 4നെ ഡബിൾ ചെയ്ത് 8 എഴുതി കൊടുക്കുക. 2 ആയതുകൊണ്ട് 2നെ ഡബിൾ ചെയ്ത് 4 എഴുതി കൊടുക്കുക. ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 4 മൈനസ് ചെയ്താൽ 2 വരും. പിന്നെ അതേപോലെ തന്നെ 276. സോ 4 ഡാഷ് ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 276. ഏതോ 2 നമ്പർ 40 ഏതോ ഒരു നമ്പർ 4 ഫസ്റ്റ് നമ്പർ ഉള്ളത് ഏതോ ഒരു നമ്പർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7 ആണ് 7, 6 ആണ് 6 2 സ്ഥലത്ത് 6, 5 ആണ് 2 സ്ഥലത്ത് 5. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യത്തെ 2 അക്കം എടുക്കുക. ആ ആൻസർ നമ്പറിൻ്റെ ആദ്യത്തെ 2 അക്കം എടുക്കുക. അതിനടുത്തേക്ക് ഇതിനെ എത്തിക്കാൻ നോക്കുക. 4നെ കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 27ൻ്റെ അടുത്ത് എത്തുക? 4 × 6 ആണ് 27. സോ ഈ ഡാഷിന് പകരം 6ഉം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 46 × 6 എന്നിട്ട് ചെയ്ത് നോക്കുക. 6 × 6 6 ആണ്. 3 ക്യാരി 24 + 3 27. 276 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. 276. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 26 ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 27 ആണ്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് 4 ഡിജിറ്റ് നമ്പറിൽ എങ്ങനെയാണ് ലോങ് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. 4 ഡിജിറ്റ് നമ്പറിൻ്റെ എങ്ങനെയാണ് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. 2304 ഉം 3481 ആണ്. ഫസ്റ്റ് നമുക്ക് 2304 നോക്കാം. 2304 ലോങ് ഡിവിഷൻ മെത്തേഡ് കൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ മാറ്റി വെക്കണം, ഫസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് ഇവിടെ എന്താണോ ഡിജിറ്റ് ഉള്ളത്, എത്രയാണോ ഡിജിറ്റ് ഉള്ളത്, അവസാനം 2 അക്കം മാറ്റി വെക്കുക. അവസാനത്തെ 2 അക്കം ഇവിടെ എത്രയാണോ ഡിജിറ്റ് ഉള്ളത്, ഇപ്പോൾ 1 ഡിജിറ്റാണ്, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2 എടുക്കുക. 23ൻ്റെ അടുത്ത് വരുന്ന സ്ക്വയർ റൂട്ട് ഏതാണ്? 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്, 5 സ്ക്വയർ 25 ആണ്. 23-നെക്കാട്ടും താഴെയുള്ളത് 4 ആണ്, 4 സ്ക്വയർ ആണ്. ഇവിടെ 4 ഇട്ട് കൊടുക്കുക. ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും നമ്മൾ 4 ഇട്ട് കൊടുക്കണം. സോ 4 എത്രയാണ്? 16 ആണ്. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 16 ആണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതാണ് സ്റ്റെപ്പ് 1, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡബിൾ ചെയ്യുക. 4നെ ഡബിൾ ചെയ്യുമ്പോൾ 8 ആകും. 8 ഇവിടെ എഴുതി കൊടുക്കുക, ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. സോ ഇത് 2 മൈനസ് ചെയ്യുക. 23 6 മൈനസ് ചെയ്താൽ 7 കിട്ടും. ഈ 2 സാധനം ഈ 0 4 അതേപോലെ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് 2 കഴിയും. 2 ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് 2 കഴിയും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് 3 ആണ്. ഏതാണ്? 8 ഡാഷ് ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 704. അപ്പോൾ ഞാനൊരു എളുപ്പം വഴി പറഞ്ഞതിന് 70 ആയിട്ട് എടുക്കുക. 70 8-ൽ എത്ര പ്രാവശ്യം പോകും? 8-ൽ 70-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ 8 × 8 ചെയ്ത് കൊടുക്കണം. സോ 88 ഇൻറ്റു അതുകൊണ്ട് 8 ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡാഷിലും 8 ഫില്ല് ചെയ്യുക, ഈ ഡാഷിലും 8 ഫില്ല് ചെയ്യുക. ഇപ്പോൾ 7 ആണ് ചെയ്യണമെങ്കിൽ ഇവിടെയും 7 ആക്കുക, ഇവിടെയും 7 ആക്കുക. 6 ആണെങ്കിൽ ഇവിടെ 6, ഇവിടെ 6. 8 ചെയ്യുക. 8 × 8 8 × 8 64 ആണ്. 4 6 ക്യാരി 64 പ്ലസ് 6 70 ആണ്. 704 എന്ന് കിട്ടി. അപ്പോൾ ഈ ഡാഷിൻ്റെ പകരം 8 ഇട്ട് കൊടുക്കുക, ഇവിടെയും 8 ഇട്ട് കൊടുക്കുക. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 48 ആണ് ആൻസർ. 2304ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 48 ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വേറെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊരു സ്റ്റെപ്പ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി തെറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ അടുത്ത ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് അവസാനിപ്പിക്കാം. ഐ ഹോപ്പ് യു എൻജോയ് ദിസ്. സോ 3481 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ 3481ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റത്തെ 2 അക്കം എടുക്കുക. 34ൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്ക്വയർ റൂട്ട് ഏതാണ്? 5 ആണ്. 5 ആണ് തൊട്ടടുത്ത് വരുന്നത്. കാരണം 5 സ്ക്വയർ എന്താണ്? 25. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി താഴെ നമുക്ക് ഇവിടെയും 5 ഇട്ട് കൊടുക്കാം. സോ 34-ന്ന് 25 മൈനസ് ചെയ്താൽ 11 9 ആണ്. 0 9 എന്നല്ല 9 എഴുതി കൊടുത്താൽ മതി. സോ ഇവിടുത്തെ 2 അക്കം ഇട്ട് കൊടുക്കുക. 81. സോ സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് വെച്ചാൽ ഇതിനെ ഡബിൾ ചെയ്യുക. 5-നെ ഡബിൾ ചെയ്യുക, 10 ആക്കുക, ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. ഏതാണ് നമ്പർ ഉള്ളത് അതിന് ഡാഷ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഡിജിറ്റാണ് 3 ഡിജിറ്റ് ഒന്നുമില്ല. 10 ഇട്ട് ഡാഷ്, ഇപ്പോൾ 100 ഇട്ട് ഡാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 ഡാഷ് ഇട്ട് കൊടുത്ത് നമുക്ക് അടുത്ത ഇത് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് 10 ഡാഷ് ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 981. അപ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 10-നെ കൊണ്ട് ഈ ഫസ്റ്റത്തെ 2 അക്കം 98-ൻ്റെ അടുത്ത് എത്തിക്കണം. 10 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 98-ൻ്റെ അടുത്ത് എത്തുക? 9 കൊണ്ട് ഇൻറ്റു. അപ്പോൾ ഇവിടെ 9 ഇട്ട് കൊടുക്കുക, ഇവിടെ 9 ഇട്ട് കൊടുക്കുക. സോ 109 ഇൻറ്റു 9 ചെയ്യണം. ഇതെന്തായാലും ഇങ്ങനെ 18 ഇട്ട് കൊടുക്കുക. 090 ആണ് 8. അത് 981 എന്ന് കിട്ടും. 981 ആൻസർ ഇവിടെ കിട്ടും. റിമൈൻഡർ 0 ആകും. അപ്പോൾ ഇവിടെ ഡാഷിന് പകരം 9 ഇട്ട് കൊടുക്കുക, ഇവിടെയും 9 ഇട്ട് കൊടുക്കുക. 59 വുഡ് ബി ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് നമ്പർ 3481. എത്ര എളുപ്പമാണ്, സിമ്പിളാണ്. സോ നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കേണ്ടത് 1024ൻ്റെ സ്ക്വയർ റൂട്ടാണ്. I hope you enjoyed this video. If you enjoyed it, please share it with your friends and thank you.